ആർജിനെ പുതിയ ഫോണാ മോളെ ലാലു വേണതാ. നോക്കട്ടെ, ഇതിൽ സിം നോക്കട്ടോ. എനിക്കറിയില്ലടി, അതിനാ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന്. ഇനി ശരിയാക്കി തരുമോ? ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ. നിനക്ക് എന്താ ഒരു ഉഷാറില്ലാത്ത? ഒരു മിനിറ്റ്. ആ ഹലോ. ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ. 2 ആഴ്ച ഞാൻ ഈ ഫോൺ വാങ്ങിയിട്ട്, എന്നിട്ടിപ്പോൾ എന്താ ആരും വിളിക്കാനില്ലടി. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊടുക്കും ഈ നമ്പർ. പുതിയ നമ്പർ അല്ലേ, കൂട്ടുകാർക്കും കുടുംബക്കാർക്കും അറിയണ്ടേ, എന്നാലല്ലേ കോള് വരുള്ളൂ. എന്നാ പിന്നെ ഞാൻ എൻ്റെ കുടുംബശ്രീൻ്റെ ഗ്രൂപ്പിലും മറ്റേ കുറേ ഗ്രൂപ്പില്ലേ, അതിലൊക്കെ എൻ്റെ നമ്പറാണ് ആഡ് ചെയ്ത്. ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൾക്ക് അസൂയ തോന്നുന്നുണ്ട് ഇന്നെല്ലാവരും വിളിക്കണേന്. ഇപ്പം എന്താ ചെയ്യാ? ആടാ, ഞാൻ പുതിയ ഫോൺ വാങ്ങിയിട്ട് ആരും എന്നെ വിളിക്കാനില്ല. അച്ഛനും അമ്മയെങ്കിലും വിളിച്ചോട്ടെ. ശരി. ആളെ പോലെ 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 ഇതുണ്ടല്ലോ, എൻ്റെ അങ്ങേരും കൂടി കൊടുത്തേക്കിട്ടോ. അതേ വിളിക്കട്ടെ. മല്ലികേച്ചിയെ, നിങ്ങളാരും വിളിക്കാത്ത പ്രശ്നമല്ലേ ഉള്ളൂ, ഇപ്പൊ ശരിയായി തരാം. ഇല്ലാട്ടോ. ഹലോ, ആരാ? അല്ല. എന്നാ ശരി ശരി. ഹലോ, ആര്? നിങ്ങൾ വിചാരിച്ച ആളല്ല. ശരി എന്നാല്. ഒരു ഫോണ് കിട്ടി. ഹലോ, നിങ്ങളോടല്ലേ പറഞ്ഞ ഞാനില്ലാതെ? ശരി. ആരാത്? അന്നോടല്ലോടോ പറഞ്ഞത് ഇതിലേക്ക് വിളിക്കരുത്. ജാനക ഇല്ലടോ. ഏത് ജാനകി? ഇത് മല്ലിക. ഹലോ, ഏതടങ്ങി? ഹലോ, മല്ലി, നിങ്ങൾ പറഞ്ഞ ആളല്ലേ ഞാൻ? ഏതാ വിളിക്കരുത്? ഹലോ, നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഞാനില്ലാന്ന് മനസ്സിലായില്ല? മല്ലികേച്ചിയെ, എന്താ മക്കളെ? ഇപ്പൊ ഫോണൊക്കെ വരുന്നില്ലേ? ഇപ്പൊ ഫോണേ ഉള്ളൂ, ഇത് വെക്കാക്കി നേരമില്ല. അങ്ങനെ അല്ലാണ്ടിക്ക ഇവിടെ ഉള്ള ബസ് സ്റ്റോപ്പിലും കടയിലൊക്കെ ഒട്ടിച്ചിരിക്കും നമ്പർ. അവന്റെ മക്കൾ എത്ര വേണ്ടില്ലേ കേട്ടോ. കോൻ നെയ്യേ